കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനും തന്ത്രിമാർക്കുമെതിരെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ ജാതി വിവേചനം കാണിച്ച തന്ത്രിമാരെയാണ് മാറ്റേണ്ടതെന്ന് അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് മീഡിയ വണ്ണോട് പറഞ്ഞു. ബാലുവിന് മാറ്റിയ വിവരം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് അതിന് കീഴ്പ്പെടാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു തീണ്ടാപ്പാടകലെ മനുഷ്യരെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലത്ത് നിന്നൊക്കെ ഒരുപാട് നമ്മൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജാതി വിവേചനം നടന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഈ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാൻ എന്ന നിലയിൽ? ഇത് വളരെ ആശ്ചര്യപ്പെടുത്തുകയാണ് ഉണ്ടായത് ഈ തന്ത്രിമാരെടുത്ത ഈ നിലപാട്. കൂടൽമാണിക്യം ദേവസ്വത്തിൽ കഴകം തസ്തിക 2 തസ്തികയാണുള്ളത്. അതിൽ ഒരു തസ്തിക പാരമ്പര്യ അവകാശികൾക്കുള്ളതാണ്. പാരമ്പര്യ അവകാശികളെ സംബന്ധിച്ചിടത്തോളം ആ തസ്തിക അതിൻ്റെ വേക്കൻസി റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അത് തന്ത്രിമാർ തന്നെയാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത് ആ പാരമ്പര്യ അവകാശിയെ. രണ്ടാമത്തെ തസ്തിക കഴകം തസ്തിക ഉള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അത് 10 മാസത്തേക്കാണ്. അതിൽ ഒരു ജാതിയുടെ ഒരു നിബന്ധന അതിനകത്ത് പറയുന്നില്ല. ഈ HRNC ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് അതുപ്രകാരമുള്ള അത്തരം ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം അല്ലെങ്കിൽ കൊച്ചി ദേവസ്വം ഇത്തരം ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കഴകപ്രവൃത്തിയെടുത്ത് പരിചയമുള്ള ഹിന്ദു മതസ്ഥരായിട്ടുള്ള ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജാതിയുടെ വ്യവസ്ഥ പറയുന്നില്ല അതിനകത്ത്. അതുകൊണ്ടാണ് അത് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നോട്ടിഫൈ ചെയ്തതിന് ശേഷം അതിലെ അപേക്ഷകളൊക്കെ പരിശോധിച്ചിട്ടാണ് അതിനകത്ത് ജാതി പരിഗണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നിയമനം നടത്തിയിട്ടുള്ളത്. സാജു കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സ്വന്തം എന്താണ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇക്കാര്യത്തിൽ പറയുന്ന നിലപാട്? നിഷാദ്, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് ആണ് ഈ വിഷയത്തിൽ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തന്ത്രിമാരാണ് തെറ്റായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ബാലു എല്ലാ അടിസ്ഥാനത്തിലും കൃത്യമായ രീതിയിൽ തന്നെ ജോലിയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഇത്തരത്തിലൊരു നിലപാടെടുത്തപ്പോൾ അത് ദേവസ്വം കൂടി അതിനുമായി ബന്ധപ്പെട്ട് അത് അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോയത് തെറ്റായ നിലപാടായി പോയി എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ചെയർമാൻ ഇപ്പോൾ മീഡിയ വണ്ണിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കഴകം പോസ്റ്റിലേക്ക് 2 പേരെയാണ് ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് നിയമിക്കുന്നത്. അതിൽ ഒരു പോസ്റ്റ് പാരമ്പര്യമായി വരുന്ന ഒരു പോസ്റ്റാണ്. രണ്ടാമത്തെ പോസ്റ്റ് ഈ ദേവസ്വം തന്നെ റിക്രൂട്ട് ചെയ്യുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി വരുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്കാണ് ബാലുവിനെ നിയമിച്ചിരിക്കുന്നത്. ആ ഒരു പോസ്റ്റിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്ന 7ാം ക്ലാസ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കഴകം ജോലി ചെയ്ത് പരിചയമുള്ള ഒരാളോ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളോ ആണെങ്കിൽ ആ ജോലിയിലേക്ക് അർഹനായിട്ടുള്ള ആളാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇതിന് നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും പിന്നീട് ടെസ്റ്റും മറ്റ് ഇന്റർവ്യൂവും ഒക്കെ നടത്തി ഈ ഒരു പോസ്റ്റിലേക്ക് ബാലു എത്തിയത്. പക്ഷേ അത്തരത്തിലൊരാളെ ആ ക്ഷേത്രത്തിലേക്ക് നിയമിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തന്ത്രിമാര് ഇത്തരത്തിൽ ഒരു തെറ്റായ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതൊരു ജാതി വിവേചനമാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ജാതി വിവേചനം ഈ ഒരു നൂറ്റാണ്ടിലും കാണിച്ച് അവരെയാണ് ശരിക്കും ഈ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത്, അല്ലാതെ മാറ്റേണ്ടതോ ബാലുവിനെ അല്ല എന്നൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ബാലുവിനെ ഈ ഒരു കഴകം പോസ്റ്റിൽ നിന്ന് മാറ്റി ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നിലവിൽ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് മാറ്റിയ വിവരം ഈ റിക്രൂട്ട്മെന്റ് ബോർഡിനെ കൂടൽമാണിക്യം ദേവസ്വം അറിയിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിയമപരമായി ഈ കഴകം പോസ്റ്റിൽ ജോലി ചെയ്യാൻ മാത്രമാണ് ബാലുവിന് അധികാരമുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ മാത്രമേ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ ഈ ഒരു പോസ്റ്റ് ഈ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമിച്ചത് നിയമപരമായി അസാധുവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഈ ഒരു കഴകം പോസ്റ്റിലേക്ക് തിരിച്ചെടുക്കേണ്ടതായി ഈ കൂടൽമാണിക്യം ദേവസ്വത്തിന് വരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ ഒരു നൂറ്റാണ്ടിലും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ജാതി വിവേചനം കാണിച്ച തന്ത്രിമാർക്കെതിരെയാണ് ശരിക്കും നിയമ നടപടി സ്വീകരിക്കേണ്ടതോ അല്ലെങ്കിൽ അവരെയാണ് ശരിക്കും ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പല പോസ്റ്റുകളും ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് നടത്തുന്ന പല പോസ്റ്റുകളിലും ഇത്തരത്തിൽ ജാതി പറഞ്ഞു തന്നെ ജോലിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സാജുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും അംഗീകരിക്കാൻ കഴിയില്ല കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഈ ജാതി വിവേചനമെന്നാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് വ്യക്തമാക്കുന്നത്.